2024 ജനുവരി 11 കോഴിക്കോട് കടപ്പുറത്ത് DC ബുക്സ് സംഘടിപ്പിക്കുന്ന 7ാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന വേദി. ഒരു വിഷയങ്ങളിലും അധികമായി പ്രതികരിക്കാത്ത MT വാസുദേവൻ നായരുടെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ദിവസം. ധാർമ്മികമായി രോഷം കൊള്ളുന്നതിന് പകരം പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി കാച്ചിക്കുറുക്കി പറയുന്ന MTയുടെ വാക്കുകൾ കൊണ്ടുള്ള വജ്രായുധമേറ്റ ദിനം. അധികാരികളെ മുന്നിലിരുത്തി അധികാരത്തെയും അധികാരികളെയും നേതൃപൂജകളെയും അതിരൂക്ഷ ഭാഷയിൽ MT വിമർശിച്ച ദിനം. MT വാസുദേവൻ നായർ നടത്തിയ ശക്തമായ പ്രഭാഷണം കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ച ദിനം. രാഷ്ട്രീയ അധികാരം പരിശോധിക്കുമ്പോൾ പൊതുസേവനത്തിലുള്ള അവസരം എന്നതിലുപരി രാഷ്ട്രീയ നിലപാടുകൾ മേധാവിത്വത്തിലേക്കോ സ്വേച്ഛാധിപത്യത്തിലേക്കോ ഉള്ള വഴികളാണെന്ന പൊതുധാരണയെ MT ഉയർത്തിക്കാട്ടി. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടി മൂടി. റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കാം, ആരാധകരാക്കാം. ഭരണാധികാരികൾ ഇറഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും MT വിമർശന ശരങ്ങൾ തൊടുത്തു. കേരളത്തിലെ പല ഇടതുപക്ഷ വിമർശകരും അദ്ദേഹത്തിന്റെ വാക്കുകളെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള നേരിട്ടുള്ള വിമർശനങ്ങളായി വ്യാഖ്യാനിച്ചു. MTയുടെ വാക്കുകൾ രാഷ്ട്രീയ ഇടനാഴികളിൽ ഞെട്ടലുണ്ടാക്കി. പിണറായി വിജയനെ വിമർശിക്കാൻ MT ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് ഉറപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ പ്രതിരോധിക്കാൻ പാഞ്ഞെടുത്തു. MTയുടെ പ്രസംഗം പിണറായി വിജയനെ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉദ്ദേശിച്ചുള്ളതാണെന്നും വ്യാഖ്യാനങ്ങൾ വന്നു. അധികാരവർഗത്തിനെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു MTയുടെ ആ പ്രസംഗത്തിലുടനീളം. രാഷ്ട്രീയ കേരളം മാത്രമല്ല, സാഹിത്യ കേരളത്തിലും വിഷയം വലിയ കോളിളക്കം തീർത്തു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.